ഓൺടർപ്രണർഷിപ്പിൽ അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം ബിൽഡ് ചെയ്യുന്നതിൽ ടീം ബിൽഡിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. അതായത് നമുക്ക് നല്ലൊരു ടീം ഇല്ലെങ്കിൽ നമ്മുടെ കമ്പനി ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മൾക്കൊരിക്കലും നമ്മുടെ വിഷനിലേക്ക് എത്താൻ കഴിയുകയില്ല. അപ്പോൾ പലപ്പോഴും കർത്താവിനെ ആശ്രയിച്ച് ബിസിനസ് ചെയ്യുന്ന പല ബിലീവേഴ്സിൻ്റെയും ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റിൻ്റെ ഒരു സഹായം എനിക്കുള്ളത് കൊണ്ട് ഞാൻ വലിയ ടീമൊന്നും ബിൽഡ് ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്ന്. പക്ഷെ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, എല്ലാ വലിയ മിഷനിലും ഒരു വലിയ ടീം ഉണ്ടായിരുന്നു. ഒരു ടീമിൻ്റെ സഹായത്തോടെയാണ് വാസ്തവത്തിൽ എല്ലാ മിഷനും, അതായത് ദൈവം പറഞ്ഞ് മനുഷ്യനെ ഏൽപ്പിച്ച എല്ലാ മിഷനുകളും നടന്നത് ടീമിൻ്റെ സഹായത്തോടെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഒരു നല്ല ടീം ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ മോശയുടെ അമ്മായപ്പനായിട്ടുള്ള ഇത്രോവും തമ്മിലുള്ള വലിയ കോൺവെർസേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇത്രോവ് മോശയുടെ അടുത്ത് വരുമ്പോൾ ഇത്രോവ് കാണുന്ന ഒരു കാഴ്ച, ജനക്കൂട്ടമൊക്കെയും ഓരോ ആവശ്യത്തിന് വേണ്ടി മോശയുടെ അടുത്ത് വന്ന് മണിക്കൂറുകളോളം നിൽക്കുകയാണ്. മോശ ഇവരോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അവരെ അയക്കുന്നു. അപ്പം ഈ ഇത്രോവ് മോശയോട് ചോദിക്കുകയാണ്, ശരിക്കും അവൻ, ഇത് പുറപ്പാട് പുസ്തകം 18-14 അവൻ ജനത്തിനു വേണ്ടി ചെയ്യുന്നൊക്കെയും മോശയുടെ അമ്മായപ്പൻ കണ്ടപ്പോൾ, നീ ജനത്തിനു വേണ്ടി ചെയ്യുന്ന ഈ കാര്യമെന്ത്? നീ ഏകനായി വിസ്തരിപ്പാനിരിക്കുകയും ജനമൊക്കെയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിന്റെ ചുറ്റും നിൽക്കുകയും ചെയ്യുന്നത് എന്ത് എന്ന് അവൻ ചോദിച്ചു. അപ്പോൾ മോശ അമ്മായപ്പനോട് പറയുകയാണ്, ദൈവത്തോട് ചോദിപ്പാൻ ജനം എൻ്റെ അടുക്കൽ വരുന്നു. അവർക്കൊരു കാര്യമുണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുക്കൽ വരും. അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ട് വിധിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് മോശയുടെ അമ്മായപ്പൻ അവനോട് പറഞ്ഞത്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല, നീയും നിന്നോടുകൂടിയുള്ള ജനവും ക്ഷീണിച്ചു പോകും. അവിടെ ഇങ്ങനെ ഒരു വലിയൊരു കോൺവെർസേഷൻ ആയിട്ട് വരുവാണ്. എന്നിട്ട് അവസാനം അമ്മായപ്പൻ പറയുകയാണ്, ആകെ എൻ്റെ വാക്കുകൾക്ക് ഞാനൊരു ആലോചന പറഞ്ഞുതരാം. നീ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക, നീ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുക. അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തി അവരെ അറിയിക്കുകയും ചെയ്യുക. അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും നിയമിക്കുക. ഇതാണ് ക്ലിയർലി ഒരു ടീം ബിൽഡിംഗ് അല്ലെങ്കിൽ ഡെലിഗേഷൻ എന്നതിൻ്റെ ഉദാഹരണം. നിങ്ങൾ ശ്രദ്ധിക്കുക, വലിയൊരു മിഷന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട മോശയോട് പോലും അല്ലെങ്കിൽ മോശ പോലും ചെയ്തത് തൻ്റെ വർക്കുകൾ കൃത്യമായി ആൾക്കാരെ തിരഞ്ഞെടുത്ത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. സോ നിങ്ങളും ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഞാൻ കുറേ എക്സാമ്പിളുകൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒന്നാമത്തെ എക്സാമ്പിൾ മോശയുടെ കാര്യമെടുത്താൽ, മോശയുടെ ജീവിതത്തിൽ മോശ എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോൾ അത് ദൈവഹിതമല്ലെന്നും ഒരു നല്ല ടീമിനെ തിരഞ്ഞെടുത്ത് ചെയ്യണമെന്നും അമ്മായിപ്പൻ പറയുകയും അദ്ദേഹം അത് അനുസരിക്കുകയും ചെയ്തു. മുമ്പോട്ട് പോകുമ്പം ആ തിരഞ്ഞെടുപ്പും ആ കാര്യങ്ങളും വലിയ ബ്ലെസ്സിങ്സ് ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ നിങ്ങളൊരു ഓൺടർപ്രണർ ആണെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും ഒരു നല്ല ടീമിനെ തിരഞ്ഞെടുക്കുകയും അവർക്ക് വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ബൈബിളിൽ നിന്ന് തന്നെ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഗോഡ് ബ്ലെസ് യു.